ഡൊണാൾഡ് ട്രംപ് ഒരു പുതിയ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. അതായത് പ്രധാനമന്ത്രി മോദിജി അദ്ദേഹത്തെ വിളിച്ച്, സാർ എനിക്ക് താങ്കളെ ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു എന്നാണ്. ട്രംപ് തന്നെ പറയുന്നു 68 അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇന്ത്യ ഓർഡർ ചെയ്തിരുന്നു എന്നും അതിൻ്റെ വിതരണത്തിലുണ്ടായ കാലതാമസം മൂലം മോദി വളരെ ആശങ്കാകുലനായിരുന്നുവെന്നും അതിനെ സംബന്ധിച്ച് സംസാരിക്കാനാണ് വിളിച്ചതെന്നും അദ്ദേഹം തന്നെ പറയുന്നു. പക്ഷേ ഔദ്യോഗിക കരാറുകൾ, ഡെലിവറി രേഖകൾ, വിന്യാസ വിശദാംശങ്ങൾ, സൈനിക നയതന്ത്ര സ്രോതസ്സുകളുമായുള്ള സംഭാഷണങ്ങൾ എന്നിവയുടെ ഒരു അവലോകനം കാണിക്കുന്നത് ഈ അവകാശവാദം വസ്തുതയ്ക്ക് വിരുദ്ധമാണ് എന്നാണ്. 28 അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ മാത്രമേ ഓർഡർ ചെയ്തിരുന്നുള്ളൂ. അത് 2025 തന്നെ അതെല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ട്രംപ് ഈ ഉന്നയിച്ച അവകാശവാദം കള്ളമാണ്. ഇനി രാഹുൽ ഗാന്ധി ഇത് കണ്ടുകൊണ്ട് പറയുകയാണ്, ട്രംപിൻ്റെ മുമ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ കുനിഞ്ഞുപോയി, ക്ഷീണിച്ചുപോയി, അദ്ദേഹം ഒരു ഭൃത്യനെ പോലെ ആയിപ്പോയി എന്നൊക്കെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറ്റൊരു വിദേശ രാഷ്ട്രത്തെ പ്രധാനമന്ത്രിയെ സാറെന്നൊക്കെ വിളിക്കുന്നത് തെറ്റാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ മാന്യൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിയെയും ഇന്ത്യയും വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ആക്ഷേപിക്കുന്ന ആളാണ് ഈ പറയുന്നത്. മോദി ഒരു വിദേശ രാഷ്ട്ര തലവനെ സാറെന്ന് വിളിക്കുന്നത് ഇന്ത്യക്ക് ക്ഷീണമാണെന്നാണ്. പിന്നെ അദ്ദേഹം മറ്റൊരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മമ്മ വിദേശ രാഷ്ട്രങ്ങളുടെ ഭീഷണികൾക്കൊന്നും വഴങ്ങിയിട്ടില്ല എന്ന്. ശുദ്ധ കള്ളമാണ്. നമ്മുടെ ബോംബെ ആക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഭയന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റിനെ കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിപ്പിക്കുകയും അന്നത്തെ പ്രധാനമന്ത്രി ആ ഭീഷണിക്ക് മുൻപിൽ, അതായത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭീഷണിക്ക് മുൻപിൽ ഈ ബോംബെ ആക്രമണത്തിനുള്ള തിരിച്ചടി വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. ഇതാണ് വസ്തുത.